ഹരേ കൃഷ്ണ. ഇനി അടുത്തത് 4-ാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കുവാനുള്ളത്. ശ്രേയശ്രുതിം ഭക്തിമുദസ്യ തേ വിഭോ ക്ലിശ്യന്തി യേ കേവലബോധലബ്ധയേ തേഷാമസൗ ക്ലേശലയേവ ശിഷ്യത്തെ നാന്യദ്യഥാ സ്ഥൂലതുഷാവഘാതിനാം. 4-ാമത്തെ ശ്ലോകം. ശ്രേയശ്രുതിം ഭക്തിമുദസ്യ തേ വിഭോ ക്ലിശ്യന്തി യേ കേവലബോധലബ്ധയേ തേഷാമസൗ ക്ലേശലയേവ ശിഷ്യത്തെ നാന്യദ്യഥാ സ്ഥൂലതുഷാവഘാതിനാം. ശ്രേയശ്രുതിം, ശ്രേയ എന്ന് പറഞ്ഞാൽ ശ്രേയസ്, ശ്രേയശ്രുതിം ശ്രേയസ്സിൻ്റെ ആ ഒരു ഒഴുക്കോട് കൂടിയ പ്രവാഹത്തോടു കൂടിയ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ശ്രേയസ് എന്ന് പറയുന്നത് ഏറ്റവും ആത്യന്തികമായ ശ്രേയസ് ആ പരമപുരുഷാർത്ഥത്തെ പ്രാപിക്കലാണ്. ഭഗവത് പദത്തെ പ്രാപിക്കുക തന്നെയാണ്, മോക്ഷത്തിലേക്ക് എത്തുക തന്നെയാണ്. ഭക്തിമുദസ്യ തേ വിഭോ, ഭക്തിം ഭക്തിയെ, ഉദസ്യ ഉപേക്ഷിച്ചിട്ട്, രണ്ട് വാക്കുകളാണ് ഭക്തിം ഉദസ്യ. തേ വിഭോ, തേ ഭഗവാനെ അങ്ങയെ, വിഭോ, വിഭോ എന്ന് പറഞ്ഞാൽ സർവവ്യാപിയായിട്ടുള്ളവനെ, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ, ഈ ശ്രേയസിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആ പരമപദത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടതായിട്ടുള്ള അങ്ങയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഭക്തിയെ ഉപേക്ഷിച്ചിട്ട് ക്ലിശ്യന്തി യേ, ക്ലിശ്യന്തി എന്ന് പറഞ്ഞാൽ ക്ലേശിക്കുന്നത്, യേ എന്ന് പറഞ്ഞാൽ യാതൊരാൾ, യാതൊരാൾ ക്ലേശിക്കുന്നു. എന്തിനാ? കേവലബോധലബ്ധയെ, ആ ഏകമായിട്ടുള്ള ജ്ഞാനത്തെ ലഭിക്കുവാനായിട്ട് ക്ലേശിക്കുന്നു. നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞ ശ്ലോകത്തെ തന്നെ മറ്റൊരു തരത്തിൽ ഇവിടെ പറയുകയാണ്. അതായത് അങ്ങനെ ഭഗവാനെ അങ്ങയിൽ ഭക്തിയില്ലാതെ കേവലമായ ആ ജ്ഞാനത്തെ മാത്രം ലഭിക്കുന്നതിനായി കഷ്ടപ്പെടുന്നുവല്ലോ ചിലരെങ്കിലും. അങ്ങനെയുള്ളവർ തേഷാമസൗ ക്ലേശലയേവ ശിഷ്യതേ, തേഷാമസൗ, തേഷാം അസൗ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തേഷാമസൗ. തേഷാം അവർക്ക്, അസൗ എന്ന് പറഞ്ഞാൽ ഈ, ക്ലേശല ഏവ ശിഷ്യതേ, ക്ലേശല എന്ന് പറഞ്ഞാൽ ഈ ക്ലേശങ്ങൾ, ഏവ അത് മാത്രം, ശിഷ്യതേ അവശേഷിക്കുന്നു. അതായത് അവർക്ക് ഈ ഒരു ക്ലേശം, കാരണം ജ്ഞാനയോഗം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, വളരെയേറെ ക്ലേശങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ ആ പരമമായ തത്വത്തെ, ഒന്നിനെ മാത്രം, ആ തത്വത്തെ അറിയുക, ആത്യന്തികമായ ആ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ധാരാളം ക്ലേശങ്ങൾ അവർ സഹിക്കുന്നുണ്ട്. എന്നാലോ അതിൻ്റെ ആ ഉത്തുംഗ ഭാവത്തിലേക്ക്, തലത്തിലേക്ക് എത്തിച്ചേരുവാനും അവർക്ക് കഴിയുന്നില്ല. കാരണം അത്രയും ക്ലേശങ്ങൾ നിറഞ്ഞതാണത്. അപ്പോൾ ഇങ്ങനെ അങ്ങയിലുള്ള ഭക്തിയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ തത്വത്തെ മാത്രം അറിഞ്ഞാൽ മതി എന്ന് കരുതിയിട്ട് അങ്ങയിലുള്ള ഭക്തി കൂടി ഇല്ലാതെ ഈ തത്വത്തെ അറിയാനായി ക്ലേശിക്കുന്നവർക്ക് ക്ലേശം മാത്രം അവശേഷിക്കുന്നു. അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാകുന്നില്ല. നാന്യദ്യഥാ സ്ഥൂലതുഷാവഘാതിനാം ന അന്യത്, മറ്റൊന്നും തന്നെയും ഇല്ല. സ്ഥൂലതുഷാവഘാതിനാം, സ്ഥൂലമായിട്ടുള്ള തുഷാവഘാതിനാം എന്ന് പറഞ്ഞാൽ ഉമി കുത്തുന്നത് പോലെ, അതായത് അതിനുള്ളിൽ അരിയില്ലാതെ, ധാന്യമില്ലാതെ വെറുതെ ഉമി കുത്തുന്നത് പോലെയാണ്. ധാന്യം കിട്ടാതെ വെറുതെ ഉമി കുത്തി ക്ലേശിക്കാമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഭക്തിയെ വിട്ടിട്ട് വെറും ആ ഒരു അധ്യാത്മജ്ഞാനം നേടാം, അല്ലെങ്കിൽ ആ പരമമായ അറിവിനെ നേടാമെന്ന് കരുതി ക്ലേശിക്കുന്നവർ, അവർ
ധാന്യമില്ലാത്ത അരിയില്ലാത്ത ഉമി കുത്തുന്നത് പോലെ അവരുടെ ശ്രമങ്ങളൊക്കെ പാഴ്വേലയായിത്തീരുന്നു, അത് വിഫലമായിത്തീരുന്നു. അതുകൊണ്ട് അവർക്ക് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭഗവാനെ അവിടുത്തെ അറിയണമെങ്കിൽ അവിടുന്നിലുള്ള ഉറച്ച ദൃഢമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് സാരം. ഗോപസ്ത്രീകൾക്ക് അങ്ങയിലുണ്ടായിരുന്നത് ആ ഉറച്ച ഭക്തി ഒന്ന് മാത്രമായിരുന്നു. അവർക്ക് വേറൊന്നിലും ശ്രദ്ധയില്ല. ഭഗവാനെ അങ്ങയിലുള്ള ആ ഉറച്ച ഭക്തി, അങ്ങ് മാത്രമായിരുന്നു അവരുടെ ലോകം. ആ ഉറച്ച ഭക്തിയോടുകൂടിയായിരുന്നു അവരുടെ ഓരോ നിമിഷവും അവർ തള്ളി നീക്കിയത്. ഇവിടെ പറയുകയാണ്, അവർ പ്രത്യേകിച്ച് അവർ ഒരു തരത്തിൽ നോക്കിയാൽ അവർക്ക് വലിയ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്തവരായിരുന്നു. അതായത് നമ്മൾ പറയുന്ന പോലെ ഒരു ഫോമൽ എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്തവരാണ് അവർ. പക്ഷേ അവരെ ആകട്ടെ അവർ അനുഭവിച്ച ആ പരമമായ ആനന്ദം അവർക്ക് അങ്ങ് മാത്രമായിരുന്നു അവരുടെ ലോകം. അതുകൊണ്ട് ഇവിടെ പറയുക, അങ്ങയിലുള്ള ആ ഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങയിലുള്ള പ്രേമം തന്നെയാണ്. പ്രേമഭക്തി തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ പ്രേമഭക്തി സദാ അങ്ങയിൽ നിറഞ്ഞു നിന്നിരുന്ന അവരുടെ ചിത്തത്തെ അങ്ങ് കവർന്നെടുത്തത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങയിലേക്ക് എളുപ്പം എത്തിച്ചേരുവാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്തേ വേണ്ടു? അങ്ങയിലുള്ള ഭക്തിയാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാർഗം. അതുകൊണ്ട് ജ്ഞാനം കിട്ടുന്നതിന് വേണ്ടി വല്ലാതെ ക്ലേശിക്കേണ്ട. ആ ക്ലേശമൊക്കെ അങ്ങയിൽ ഭക്തി ഇല്ലെങ്കിലൊക്കെ വിഫലമാണ് എന്ന് പറയുകയാണ്. അരിയില്ലാതെ ഉമി കുത്തുന്നത് പോലെ വെറുതെ ക്ലേശിക്കാമെന്ന് മാത്രം, ക്ലേശാവശിഷ്യതയെ, ക്ലേശം മാത്രം അവശേഷിക്കും. അതുകൊണ്ട് അതല്ല വേണ്ടത്. ഏറ്റവും പ്രധാനമായും വേണ്ടത് അങ്ങയിലുള്ള ഭക്തിയാണ് എന്നിവിടെ ബ്രഹ്മാവ് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ആ ഭക്തിയുണ്ടെങ്കിൽ പരമമായിട്ടുള്ള ശ്രേയസ്, മോക്ഷപദം താനേ വന്നു ചേരും. ഗോപസ്ത്രീകളൊക്കെ അങ്ങയിൽ ഉറച്ചു നിന്നിരുന്നത് കൊണ്ട് അങ്ങ് അവരെ അങ്ങോട്ട് കവർന്നെടുക്കുകയായിരുന്നു. ഒരു തരത്തിൽ നോക്കിയാൽ കംസനായാലും ഹിരണ്യാക്ഷനാണെങ്കിലും ഹിരണ്യകശിപു ആയിരുന്നെങ്കിലും ഒക്കെയും അവരുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് അങ്ങ് മാത്രമായിരുന്നു. ഭാവത്തിന് മാറ്റമുണ്ടായിരുന്നു എന്ന് മാത്രം. ഗോപസ്ത്രീകൾ ഭാവത്തിലായിരുന്നുവെങ്കിൽ ഹിരണ്യകശിപുവും കംസനും ഹിരണ്യാക്ഷനും ഒക്കെ സദാ എങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങയെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. കാരണം അങ്ങയിലുള്ള ഭയഭക്തിയായിരുന്നു. അവർ ഭയത്തിൻ്റെ ഭാവമായിരുന്നു, വിദ്വേഷത്തിൻ്റെ ഭാവമായിരുന്നു. അങ്ങ് എപ്പോഴാവും അവരെ കീഴടക്കാൻ വരിക എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, എന്നൊരു ഭയത്തിൽ ഒക്കെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് ഭാവം ഏതായിരുന്നെങ്കിലും സദാ അങ്ങയിൽ തന്നെയായിരുന്നു മനസ്സ് നിറഞ്ഞു നിന്നിരുന്നത്. നമ്മൾ ഇനിയും ഭഗവാന്റെ അവതാരമൊക്കെ പറഞ്ഞ ആ കംസൻ്റെ അവസ്ഥ പറയുമ്പം പറയുന്നുണ്ടല്ലോ ഇവിടെ. അതായത് ഭഗവാനെ എവിടെ തിരിഞ്ഞാലും കംസൻ കണ്ടിരുന്നത് അവിടുത്തെയായിരുന്നു, അവിടുത്തെ സ്വരൂപത്തെയായിരുന്നു, ആ ശ്രീഹരി ഭഗവാനെയായിരുന്നു. അതുകൊണ്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ടു, നിദ്രാദേവി പോലും അന്യം നിന്നുപോയി കംസൻ എന്ന് പറയുന്നുണ്ട്. ഒടുവിൽ ഭഗവാനെ അവിടുത്തെ തന്നെ സദാ ധ്യാനം ചെയ്തുകൊണ്ടിരുന്ന ഇവരുടെയൊക്കെ ഭാവത്തിൽ ഭേദമുണ്ടെങ്കിലും ഇവരെല്ലാം ഒടുവിൽ എത്തിച്ചേർന്നത് ഭഗവാനെ അവിടുന്നിലാണ്. അവരെ എല്ലാം തന്നെയും ഭഗവാനെ അവിടുന്ന് ഏറ്റെടുക്കുകയായിരുന്നു. അപ്പോൾ സദാ ഭഗവാനെ ധ്യാനം ചെയ്യുക, അത് പ്രേമഭക്തിയാകുമ്പോൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ആനന്ദകരമാകും. മറിച്ച് ഭാവത്തിന് മാറ്റം വരുമ്പോൾ, ഇപ്പോൾ ഹിരണ്യകശിപു ആയിക്കോട്ടെ, ഹിരണ്യാക്ഷനായിക്കോട്ടെ, കംസനായിക്കോട്ടെ, ഭയത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഒരു കയ്പോടുകൂടി, കവർപ്പോടുകൂടി ജീവിച്ചു തീർത്തവരാണ് അവരൊക്കെ. ഇവിടെ ഗോപസ്ത്രീകളാകട്ടെ സദാ ആ പ്രേമഭക്തിയുടെ ആനന്ദലഹരിയിലായിരുന്നു. അപ്പോൾ ഭാവവും മുഖ്യം തന്നെയാണ്. എന്തിന്? നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും എങ്ങനെ ആവണം, എങ്ങനെ നമ്മൾ ജീവിച്ചു തീർക്കണം എന്ന് നിശ്ചയിക്കുന്നത് ആ ഭാവം തന്നെയാണ്. എന്നിരുന്നാലും ഏത് ഭാവത്തിലായാലും ഭഗവാനെ സദാ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കും, വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ ഭഗവാന് പ്രിയപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഭഗവാൻ സ്വയം അവരെ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇവിടെ അതാണ് ബ്രഹ്മാവ് നമുക്ക് പറഞ്ഞു തരുവാൻ ശ്രമിച്ചത്. നമ്മുടെ ഭാവം എന്തായിരുന്നാലും ഭഗവാനിങ്കലുള്ള സദാ മനനം ചെയ്യുക, അത് ഭക്തിയുടെ പ്രത്യക്ഷ ഭാവം തന്നെയാണ്. അത് ഏതൊരു
വിചാരത്തോടു കൂടി ആയിരുന്നാലും അതിനനുസരിച്ചാവുമെന്ന് മാത്രം അവരുടെ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ ആത്യന്തികമായ ശ്രേയസ്, ആ മോക്ഷപദത്തെ തന്നെ ഭഗവാൻ നൽകുന്നു. വേണ്ടത് അതുകൊണ്ട് ജ്ഞാനം തേടി അലയുകയല്ല, എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനിങ്കൽ വിചാരം ചെയ്യുക, ഭഗവത് ഭക്തിയോടുകൂടി ഓരോ നിമിഷവും ജീവിക്കുക എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രേയശ്രുതിം ഭക്തിമുദസ്യതേ വിഭോ ക്ലിശ്യന്തി യേ കേവലബോധലബ്ധയേ തേഷാമസൗ ക്ലേശലയേ വശിഷ്യതേ നാന്യദ്യഥാ സ്ഥൂലതുഷാവഘാതിനാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ശ്രേയ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ ഭക്തിമുദസ്യ, ഭക്തിം ഉദസ്യ ആണ്, മായയുടെ ഉകാരം ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് തേഷാം അസൗ, തേഷാം അസൗ ആണ്, മായയുടെ അകാരം ശ്രദ്ധിക്കുക. നാന്യത് യഥ ആണ് അവിടെ, നാന്യത് ന അന്യത് യഥ ആണ്, എപ്രകാരമാണോ എന്നുള്ള അർത്ഥത്തിലാണ്. യഥ എപ്രകാരമാണോ വെറുതെ അരിയില്ലാതെ ഉമികുത്തുന്നത് അപ്രകാരം, അതായത് അങ്ങനെ പാഴ്വേല ചെയ്യുന്നവരെ പോലെ ആയി പോകും. ഭഗവാനെ ഭക്തിയില്ലാതെ, അങ്ങയിലുള്ള ഉറച്ച ഭക്തിയില്ലാതെ അറിവ് മാത്രം നേടുവാനായി പുറപ്പെടുന്നവരുടെ ക്ലേശങ്ങൾ എന്ന് പറയുകയാണ്. അവിടെ നാന്യദ്യഥ, യഥ ആണ്, ദ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. പുരേഹ ഭൂമൻ ബഹവോപി യോഗിനസ്ത്വദാർപ്പിതേഹ നിജകർമ്മലബ്ധയാ വിബുദ്ധ്യ ഭക്ത്യൈവ കഥോപനീതയാ പ്രപേതിരേഞ്ചോച്യുതതേ ഗതിം പരാം. പുരേഹ ഭൂമൻ ബഹവോപി, പുരേഹ, പുരേഹ എന്ന് പറഞ്ഞാൽ പുര ഇഹ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പുരേഹ. പുര എന്ന് പറഞ്ഞാൽ ആദ്യം, ഇഹ എന്ന് പറഞ്ഞാൽ ഈ ഇഹലോകത്തില, ഭൂമൻ അല്ലയോ സർവവ്യാപിയായിട്ടുള്ളവനെ, മുൻപേ ഉണ്ടായിരുന്നവനെ, ആദ്യത്തിൽ മറ്റൊന്നുമില്ലാതിരുന്നപ്പോഴും ഉണ്ടായിരുന്നവനെ. ബഹവോപി, ബഹവഹ അപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ബഹവോപി. ബഹവ എന്ന് പറഞ്ഞാൽ ബഹുക്കളായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അനേകം, വളരെയേറെ എന്നുള്ള അർത്ഥത്തിൽ അനേകം പേര്. യോഗിനസ്ത്വതർപ്പിതേഹ, യോഗിനഹ എന്ന് പറഞ്ഞാൽ യോഗികൾ, മഹായോഗികളായിട്ടുള്ളവർ. ത്വത അർപ്പിത ഇഹ, അങ്ങയിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യാപാരങ്ങളോട് കൂടിയവർ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വ്യാപാരങ്ങളും, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് ചെയ്തവരായിട്ട് നിജകർമ്മലബ്ധയ, തങ്ങളുടെ കർമ്മലബ്ധയ, കർമ്മങ്ങളാൽ ലഭിച്ചതായിട്ട്, വിശുദ്ധ ഭക്തിയൈവ കഥോപനീയത, വിശുദ്ധ ഭക്തി ഏവ, വിശുദ്ധ ഭക്തിയൈവ, വിശുദ്ധ ഭക്തിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ഭക്തി കൊണ്ട്, ഏവ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ, കഥോപനീയത, കഥയാൽ ഉപനീയത എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കപ്പെട്ടതായിട്ടുള്ള, പ്രപേതിരേഞ്ചോച്യുത തേ ഗതിം പരാം. പ്രപേതിരെ അഞ്ചഹ അച്യുത, ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെ വരുന്നത്. പ്രപേതിരെ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, അഞ്ച് എന്ന് പറഞ്ഞാൽ വലിയ
ക്ലേശമൊന്നും കൂടാതെ, പ്രയാസമൊന്നും കൂടാതെ തന്നെ അച്യുത, ച്യുതിയില്ലാത്തവനെ, നാശരഹിതനായിട്ടുള്ളവനെ ഭഗവാനെ, തേ ഗതിം പരാം, തേ അങ്ങയുടെ ഗതിം പരാം, ആ പരമമായ ഗതിയെ പ്രാപിക്കുകയും ചെയ്തു അവർ. അപ്പോൾ ഇവിടെ പറയുക, അല്ലയോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, പണ്ട് ഈ ഇഹലോകത്തിൽ ധാരാളം യോഗികളായിട്ടുള്ള, മഹായോഗികളായിട്ടുള്ളവരൊക്കെ എന്താ ചെയ്തത്? അവരൊക്കെ ആ യോഗ സാധനയിൽ മുഴുകി കഴിഞ്ഞു. പക്ഷെ അവർക്കൊന്നും അപ്പോഴും ഈ ഒരു ആത്മജ്ഞാനം ലഭിക്കാതെ വരികയും പിന്നീട് അവരൊക്കെ എന്താ ചെയ്ത, അവരുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാനെ അങ്ങയിൽ സമർപ്പിച്ചവരായി തീർന്നിട്ട്, ഇനിയും അങ്ങയുടെ കൃപയുണ്ടെങ്കിലേ അവരുടെ ഉള്ളിൽ ഈ ആത്മബോധം തെളിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവകർമ്മങ്ങളും ഭഗവാനെ അങ്ങയിൽ സമർപ്പിച്ചവരായി തീർന്നപ്പോൾ, അങ്ങയിൽ സമർപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടേ? അവിടെ ഒരു പൂർണ്ണമായ സമർപ്പണ ബുദ്ധി ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ അങ്ങയിൽ ഭക്തി നന്നായി ഉറച്ച്, അതായത് മറ്റ് യോഗ സാധനകളിലൂടെ ഈ യോഗികളൊക്കെ എത്ര ക്ലേശിച്ച് ഭഗവാനെ ആത്മജ്ഞാനം ലഭിക്കുവാൻ തുനിഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ, അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിലേ ഇനിയും അതിന് സാധിക്കൂ എന്ന് ബോധ്യപ്പെട്ട് അങ്ങയിൽ ഭക്തി ഉറച്ചു കഴിഞ്ഞപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവിടത്തേക്കുള്ള സമർപ്പണമായി മാറി. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഭഗവാനെ അവിടുന്ന് സംപ്രീതനാവുകയും അവരുടെ ആ ഒരു നിർമ്മല ഭക്തി കൊണ്ട് അങ്ങ് അവരിൽ സംപ്രീതനായിട്ട് ഭഗവാനെ യാതൊരു പ്രയാസവും കൂടാതെ അങ്ങയുടെ ആ ഒരു കൃപ കൊണ്ട് അവർക്ക് ആത്മജ്ഞാനം ലഭിക്കുകയും ആത്യന്തികമായി ഭഗവാനെ അവിടുത്തെ ഒരു കാരുണ്യം കൊണ്ട് ആ പരമമായ ഗതിയെ, മോക്ഷപദത്തെ അവർ പ്രാപിക്കുകയും ചെയ്തുവല്ലോ. അതായത് ഇവിടെ നമുക്ക് ഈ മഹായോഗികളുടെ പോലും അനുഭവത്തിൽ നിന്നും നമുക്ക് കാണിച്ചു തരികയാണ്, യോഗസാധനകളേക്കാൾ എത്രയോ മുകളിലാണ് അങ്ങയിലുള്ള ഉറച്ച ഭക്തി കൊണ്ട് നമുക്ക് നേടുവാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു ബലം അത് മറ്റെല്ലാ യോഗ സാധനകളേക്കാളും എത്രയോ 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 മുകളിലാണ്. അങ്ങനെ ഒരു ഭക്തി ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനം തന്നെ ഉള്ളിൽ ദൃഢമാക്കും, ഉള്ളിൽ ഉദിക്കും. അതിലൂടെ ഭഗവാന്റെ ഭക്തവാത്സല്യാദി മഹിമകൾ സദാ കേൾക്കുവാൻ തുടങ്ങിക്കഴിയുന്ന അവർ, അതായത് തൻ്റെ ഉള്ളിൽ ഭഗവാനിങ്കിലുള്ള ഒരു സമർപ്പണ ബുദ്ധി ഉണ്ടായി, ഒരു പ്രേമഭക്തി, ഭഗവാനിങ്കിൽ ഒരു ഭക്തി ഉളവായി തുടങ്ങുമ്പോൾ അവർക്കൊക്കെ ഭഗവാനെ അവിടുത്തെ ഈ മഹിമകൾ, ഭക്തവാത്സല്യാദി കഥകളൊക്കെ കേൾക്കുവാൻ താല്പര്യമുണ്ടാവുകയും അങ്ങനെ യാതൊരു പ്രയാസവും കൂടാതെ അത്രകാലവും പ്രയാസപ്പെട്ടവർ നേടിയെടുക്കാൻ ശ്രമിച്ചത് എന്താണോ അതിനെ യാതൊരു പ്രയാസവും കൂടാതെ അവിടുത്തെ കൃപ കൊണ്ട്, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവർക്കത് ലഭ്യമാവുകയും ചെയ്യും. ഒടുവിൽ ഭഗവാൻ അവരാഗ്രഹിച്ചതിനും മേലെയായിട്ട് ആ മോക്ഷപദത്തെ നൽകുകയും ചെയ്യും. നമ്മൾ ഭഗവാനിങ്കിൽ ആ ഒരു സമർപ്പണം വന്നാൽ, ഭഗവാൻ നമ്മളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണോ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത്, ആ ഭഗവത് ഭക്തിയിലൂടെ ഭഗവാനിൽ നിന്ന് നേടാൻ ആഗ്രഹിച്ച ആത്മജ്ഞാനത്തെ മാത്രമല്ല, ഭഗവാൻ അതിനും ഒരു പടി കൂടി മേലെ ആ മോക്ഷപദത്തെ തന്നെ നമുക്ക് അനുഗ്രഹരൂപത്തിൽ തരികയും ചെയ്യുന്നു എന്ന് ബ്രഹ്മാവ് ഇവിടെ നമ്മളോട് പറയുകയാണ്. ഭക്തി കൊണ്ട് മാത്രമേ ജ്ഞാനം സാധ്യമാവുകയുള്ളൂ. അതും അതിൻ്റെ മറ്റൊരു ഗുണവശം, യാതൊരു ആയാസവും കൂടാതെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ആ ആത്മജ്ഞാനം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പുരേഹ ഭൂമൻ ബഹവോപി യോഗിനസ്ത്വതർപ്പിതേഹാ നിജകർമ്മലബ്ധയാ വിബുദ്ധ്യ ഭക്ത്യൈവ കഥോപനീതയാ പ്രപേതിരേഞ്ചോച്യുതത്തെ ഗതിം പരാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ബഹവോപി, അവിടെ വിസർഗം വിശ്ലേഷണമുണ്ട്, ഒകാരം നീട്ടിയെടുക്കുക.
അതുപോലെ യോഗിനസ്ത്വതർപ്പിതേഹ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. പിന്നെ അടുത്തത് അവസാനത്തെ പാദത്തിൽ പ്രപേതിരേഞ്ചോച്യുത. പ്രപേതിരെ അഞ്ചഹ അച്യുതയാണ് പദം പിരിക്കേണ്ട, വിശ്ലേഷണമുള്ളത് കൊണ്ട് പ്രപേതിരേഞ്ചോ അവിടെ എകാരം നീട്ടിയെടുക്കുക. അതുപോലെ പ്രപേതിരേഞ്ചോച്യുത അവിടെ ഒകാരം നീട്ടിയെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.